ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മള് +1 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് പഠിക്കാൻ സെറ്റ് അല്ല എല്ലാരും? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്താ ഇവിടെ കയറി വന്നേ? സെറ്റില് ഇത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഏകദേശം നിങ്ങൾക്ക് 4 to 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്. ഓക്കെ, എന്താ സെറ്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നിങ്ങൾ എന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവും? നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ബാഗ് ഉണ്ടാവും അല്ലേ? ഓക്കെ, നിങ്ങളുടെ ബാഗ് കയ്യിലുണ്ടാവും. ബാഗിൽ നിങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാ ബാഗിൽ കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ ബാഗിന്റെ ഉള്ളില്, ഓക്കെ, നിങ്ങളുടെ ബാഗിന്റെ ഉള്ളിലുള്ളത് നമുക്ക് എന്ത് അത് നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് എഴുതാൻ പോവാണേ. നിങ്ങളുടെ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് നിങ്ങളുടെ ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? മെയിൻ കാര്യം നിങ്ങൾ മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ടിഫിൻ ബോക്സ്. കറക്റ്റ്, ടിഫിൻ ബോക്സ്. ഓക്കെ, ടിഫിൻ ബോക്സ്. പിന്നെ എന്തുണ്ട് ബാഗിന്റെ ഉള്ളില്? ബുക്സ്, കാൽക്കുലേറ്റർ അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട്? ടിഫിൻ ബോക്സ്, ബുക്സ്, കാൽക്കുലേറ്റർ, പിന്നെ എന്തുണ്ട്? ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലെ. പിന്നെ അങ്ങനെ കുറെ സാധനങ്ങള് നമ്മുടെ ബാഗിനുള്ളുണ്ട്. സോ എന്താണ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗ്രൂപ്പ് ഓഫ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് കുറച്ച് ഒബ്ജക്ട്സ്, ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് അല്ലെ. എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? വെറുതെ ഏതെങ്കിലും ഒബ്ജക്ട്സിന്റെ ഗ്രൂപ്പ് ആണോ? അല്ല, എന്തെങ്കിലും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ഡെഫിനിഷൻ എന്താണ്? ബാഗിന്റെ ഉള്ളിൽ ഉള്ള അല്ലെ, ബാഗിന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒബ്ജക്ട്സ്. അപ്പൊ വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സിന്റെ ഗ്രൂപ്പിനെയാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്താണ് നമ്മൾ സാധാരണ ഒരു സെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇത് കണ്ട ഈ ബ്രാക്കറ്റ് നിങ്ങൾ നോക്കിയേ. ഓക്കെ, ഇതിന് നിങ്ങൾ എന്ത് പേര് പറയും? ഇതിനാണ് ബ്രേസസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കേളി ബ്രേസസ്. ഓക്കെ, കേളി ബ്രേസസ്, ഈ ടൈപ്പ് ബ്രാക്കറ്റ്. സാധാരണ ഒരു സെറ്റ് എന്ത് ചെയ്യാ, നൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കേളി ബ്രേസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് സെറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ സെറ്റിൽ എന്ത് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് എ well defined collection of objects. So a set is a well defined collection of objects. Well defined collection എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണ്? സെറ്റ് ഓഫ് ഇന്റലിജന്റ് സ്റ്റുഡൻസ്. ഓക്കെ, സെറ്റ് ഓഫ് ഇന്റലിജന്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരാൾ പറയും ഈ 2-3 പേരാണ് ഇന്റലിജന്റ് സ്റ്റുഡൻസ്. അപ്പൊ വേറെ ഒരാളുടെ അഭിപ്രായത്തിൽ എന്താണ്? അടുത്ത 2-3-4 പേരാണ് ഇന്റലിജന്റ് സ്റ്റുഡന്റ്. ഓക്കെ, നമ്മുടെ അഭിപ്രായത്തിൽ എന്താണ്? നമ്മളാണ് ഏറ്റവും ഇന്റലിജന്റ് സ്റ്റുഡന്റ് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഫ്രണ്ടിന്റെ അഭിപ്രായത്തിലോ ഫ്രണ്ടാണ് ഏറ്റവും വലിയ ഇന്റലിജന്റ് സ്റ്റുഡന്റ്. അപ്പൊ എന്താണ്? അത് ഒരു വെൽ ഡിഫൈൻഡ് ആണോ? അല്ല, നമ്മുടെ ഡെഫിനിഷൻ അല്ല അടുത്ത ആള് കൊടുക്കുന്നത്. ക്ലിയർ? നമുക്കറിയാം നമ്മളാണ് ഏറ്റവും ഇന്റലിജന്റ് സ്റ്റുഡന്റ് എന്ന്. പക്ഷെ അങ്ങനെയാണോ? അങ്ങനെയാണ്, പക്ഷെ അടുത്തവൻ പറയുന്നത് അവനാണ് ഏറ്റവും ഇന്റലിജന്റ് സ്റ്റുഡന്റ് എന്നാണ്. അതുകൊണ്ട് എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് ആണോ അത്? അല്ല. സോ അതൊരു സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് സെറ്റിന് എക്സാമ്പിൾ അല്ല. സോ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, അടുത്തത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്ട് എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്ട്സ്. ഓക്കെ, എന്താണ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഇവിടെ നമ്മുടെ സെറ്റ് ബി ബാഗ് എന്നുള്ള ഒരു ഇതിന്റെ ഉള്ളിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഒബ്ജക്ട്സ് ആണ് അല്ലെ. ടിഫിൻ ബോക്സ് ഒരു ഒബ്ജക്റ്റ് ആണ്. ബുക്സ് ഒബ്ജക്റ്റ് ആണ്. കാൽക്കുലേറ്റർ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അതായത് ഒരു സെറ്റ് കണ്ടോ, ഇങ്ങനെ ബ്രാക്കറ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന സെയിം എന്താണ്? എന്തുള്ള സെയിം പ്രോപ്പർട്ടി അല്ലെ. ഒരേ ഒരു എന്താണ് ഒരു പ്രോപ്പർട്ടി, സെയിം പ്രോപ്പർട്ടി എന്നുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ബാഗിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അതേപോലെ എന്താ ഒരു സെയിം പ്രോപ്പർട്ടി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ് ഇവിടെ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഫസ്റ്റ് വൺ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റിനുള്ള ഓരോന്നിനെ നമ്മൾ എന്ത് പേര് വിളിക്കും?
ഒബ്ജക്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ്, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഇതിന് ഓരോ എലമെന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്ട്സ് എന്ന് പറയാം. സോ ബി എന്നുള്ളൊരു സെറ്റ്, ഓക്കെ, ബി എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. പക്ഷെ എങ്ങനെയാണ്? ഓരോ ഒബ്ജക്ട്സും കോമ 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 ഇട്ടിട്ട് ഡിഫൈൻ അല്ല എന്താണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയേ. നമ്മള് ബി നമ്മുടെ എന്താണ് ബോക്സ് അല്ല ബാഗിൽ നമ്മൾ എന്ത് കണ്ടു? ബാഗില് നമ്മൾ കുറെ ഒബ്ജക്ട്സ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ അതിൽ തന്നെ നോക്കുക. ഓക്കെ, ഇത് തന്നെ ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്. ബാഗ് ഈസ് ഈക്വൽ ടു ആദ്യം ഞാൻ ബുക്ക് ചെയ്യും, ബുക്ക്, പിന്നെ എന്താണ്, പിന്നെ ടിഫിൻ ബോക്സ് എഴുതി, ടിഫിൻ ബോക്സ്, പിന്നെ കാൽക്കുലേറ്റർ എഴുതി. ഓക്കെ, എന്താണ് ഇത് രണ്ടും തിരിച്ച് എഴുതി, മാറ്റം ഉണ്ടോ? ഇല്ല. അതായത് സെറ്റില് ഒരു സെറ്റ് ബി എന്നുള്ള ഒരു സെറ്റില് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ബാഗിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ബുക്ക് ആദ്യം എഴുതിയെന്ന് വെച്ചോ ബുക്ക് അവസാനം എഴുതിയെന്ന് വെച്ചോ ഒരു മാറ്റവും വരാനില്ല. ഓക്കെ, ഒന്നും കൂടെ ഞാൻ കാൽക്കുലേറ്റർ എഴുതി, ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാൽക്കുലേറ്റർ എഴുതി. ഓക്കെ, അപ്പൊ ശരിക്കും അങ്ങനെ എഴുതേണ്ട കാര്യമില്ല അല്ലെ? നമ്മൾ എന്താണ് സെറ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതിന്റെ എണ്ണം ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്താലും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പൊ 2 ബുക്സ് ഉണ്ട് അല്ല, ബുക്ക് കൂടുതൽ ബുക്ക് ഉണ്ട്. അപ്പൊ ബുക്സിൽ ഒറ്റ ഇതിൽ ഞാൻ എല്ലാ ബുക്സും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ബുക്ക് 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 അങ്ങനെ എഴുതേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? സെറ്റ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ മനസ്സിലായി? സെറ്റ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള ഇതിന് നമ്മൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയും. സെറ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് എല്ലാവർക്കും ഒരേ ഡെഫിനിഷൻ ആയിരിക്കണം. ആര് ഡിഫൈൻ ചെയ്താലും എന്താണ് ഇതേ ഡെഫിനിഷൻ ആയിരിക്കും കൊടുക്കുക അല്ലെ? ഇപ്പൊ ഞാൻ പറയുന്നു ഇത് ബാഗിന്റെ ഉള്ളിലുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, അടുത്ത ആള് പറയുന്നു ബാഗിനുള്ളിലുള്ളത് വേറെ സാധനങ്ങളാണ്. പക്ഷെ ബാഗിനുള്ളിലുള്ള ഒരേ സാധനങ്ങൾ തന്നെയല്ലേ? അപ്പൊ അടുത്ത ആൾ എന്ത് പറയും? ബാഗിനുള്ളിലുള്ള ഇത്രയും സാധനങ്ങൾ തന്നെയാന്ന് പറയും. ഓക്കെ, അപ്പൊ ആര് പറഞ്ഞാലും എന്താണ് ആ ബാഗിനുള്ളിലുള്ളത് ഒരേ സാധനങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടു. പിന്നെ സെറ്റിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, സെറ്റിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെയോ റെപ്പറ്റീഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു നമ്പറിന് ഒരു സെറ്റ്, വെറുതെ ഒരു സെറ്റ്. ഓക്കെ, ബി അല്ല ഇല്ല എ ഈസ് ഈക്വൽ ടു ബി ഇവിടെ കൊടുത്തല്ലേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 2 3 ഇങ്ങനെ ഇട്ടു. ഒരു സെറ്റ്. ഈ സെറ്റ് തന്നെയാണ് എന്താണ് ശരിക്കും അവിടെ 2 അവിടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടില്ലേ? 1 2 3 എന്ന് എഴുതി. ഇത് 2 സെയിം ആണ്. കാരണം എന്താണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ച് സെറ്റിൽ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പൊ 2 എന്നുള്ളതാണ് 1 2 3 3 എലമെന്റ് ആണ് ഈ സെറ്റിലുള്ളത്. ഈ എലമെന്റ് എന്താണ് സെയിം ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ 3 എലമെന്റ് ആണ് ഈ സെറ്റിലുള്ളത്, അല്ലെ 3 ഒബ്ജക്ട്സ് ആണ് ഈ സെറ്റിലുള്ളത്. അപ്പൊ റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ച് സെറ്റില് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇനി എന്താണ് ഇതേ സെറ്റ് തന്നെയാണ് നമുക്ക് എങ്ങനെ ഓർഡർ ഞാൻ പറഞ്ഞു ഏത് ഓർഡർ വേണേലും എഴുതാം. 3 1 2. ഓക്കെ, എന്ന് പറഞ്ഞ എന്താണ് ഈ ഒരു സെറ്റില് 3 1 2 അല്ലെങ്കിൽ 1 2 3 ഇത് ഏത് ഓർഡറിൽ എഴുതിയാലും നമുക്ക് ഇതിനുള്ളിലുള്ളത് 3 ഒബ്ജക്ട്സ് ആണ് അല്ലെ? 3 എന്നുള്ള ഒരു ഒബ്ജക്ട്, 1 എന്നുള്ള ഒരു ഒബ്ജക്ട്, 2 എന്നുള്ള ഒരു ഒബ്ജക്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതേപോലെ തന്നെ സിംഗിൾ എണ്ണം മതി അല്ലെ? ഇപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും എന്താണ് സെറ്റില് മാറ്റം വരുന്നില്ല. റിപ്പീറ്റ് ചെയ്താലും സെറ്റില് മാറ്റം വരുന്നില്ല. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയാൽ ബുക്സ് ആദ്യം എഴുതിയാലും ടിഫിൻ ബോക്സ് രണ്ടാമത് എഴുതിയാലും ഒരേ എഫക്ട് തന്നെ. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സെറ്റിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ്സ്, എന്തൊക്കെ ടൈപ്പ് സെറ്റുകളാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സെറ്റ്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ് നോക്കാം. എന്താ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാല്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സെറ്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഓക്കെ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി.
4 എലമെന്റിന്റെ ഒരു സെറ്റാണ് എ എന്ന് വിചാരിക്കുക. എപ്പോഴും സെറ്റിന്റെ നെയിം അല്ലെ, സെറ്റിന്റെ നെയിം ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? ഓക്കെ. അതേപോലെ എലമെന്റ് നമ്മൾ എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നമ്പേഴ്സ് ആണ് 1 2 3 അല്ലെ? അപ്പൊ സാധാരണ ഇങ്ങനെ എന്താണ് ABCD എന്നാണ് എഴുതുന്നതെങ്കിൽ, അതായത് ലെറ്റേഴ്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ. സോ സെറ്റിന്റെ പേര് എ എന്നുള്ള സെറ്റ് എന്തായിരിക്കും? എ ക്യാപിറ്റൽ ലെറ്റർ, അതേപോലെ തന്നെ ഒബ്ജക്ട്സ് സ്മോൾ ലെറ്റർ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കാണാം? ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്. എന്താണ് ഫൈനൈറ്റ് സെറ്റ്? പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്തായിരിക്കും ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാല്? എ ഈസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഞാനൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. എ എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ വരും? എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും നാച്ചുറൽ നമ്പർ? 1 മുതലല്ലേ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക? 1 2 3 4 5 ഇങ്ങനെ എണ്ണി എവിടം വരെ എത്തും? എവിടം വരെ വേണേലും എത്തും. നമുക്ക് ഒരിക്കലും തീരൂല അല്ലെ? നിങ്ങൾ ഏത് നമ്പർ പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൂടി ഉണ്ട് അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു എൻഡ് ഇല്ല അല്ലെ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഞാൻ എങ്ങനെയായിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്യാ? 1 2 3 4 എഴുതുന്നത് കുറച്ചെണ്ണം എഴുതിക്കോ, എന്തായാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഇട്ടു. ഓക്കെ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അതിന് അവിടെ ഒരു എൻഡ് ഇല്ല. ഓക്കെ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എൻഡ് ഇല്ല. സോ ഇതെന്താണ്? ഇത് ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇതൊരു എന്ത് സെറ്റാണ്? ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്താണ്? അതിനൊരു എൻഡ് ഇല്ല. അതാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് ആണോ? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എന്താണ്? 2 4 6 3 നമ്പറിന്റെ. ഇതൊരു ഫൈനൈറ്റ് ആണ്. കാരണം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ആണ് ഉള്ളത്. ക്ലിയർ? ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, വേറെ ഒരു എക്സാമ്പിൾ എടുത്തു. എ ഈസ് ഈക്വൽ ടു 1 2 3 പിന്നെന്താണ്? അവിടെ ഒരു 9 9 9 9 9 9 ഒരു 100 പ്രാവശ്യം 9 എഴുതി. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇത് ഫൈനൈറ്റ് സെറ്റ് ആണോ? ഇൻഫിനിറ്റ് സെറ്റ് ആണോ? ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. അത്ര വലിയ നമ്പർ ആണേ പോലും എവിടെ എന്തുണ്ട്? അവിടെ ഒരു എൻഡ് ഉണ്ട് അല്ലെ? ലാസ്റ്റ് നമ്പർ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്പർ അല്ലേ? ഇത് +1 അടുത്ത നമ്പർ ആയി. അപ്പൊ ലാസ്റ്റ് നമ്പർ അതാണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എൻഡ് അവിടെ വരുന്നുണ്ട്. സോ ഇത് എന്താണ്? ഇതും ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ എൻഡ് ഇല്ലെങ്കിൽ അതിന് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. സോ ക്ലിയർ അല്ലേ? ഫൈനൈറ്റ് സെറ്റ് എന്താണ്? ഇൻഫിനിറ്റ് സെറ്റ് എന്താണ്? ഓക്കെ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ്, ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ടോപ്പിക്കായ റോസ്റ്റർ ആൻഡ് സെറ്റ് ബിൽഡർ. രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു സാധനം ഡിഫൈൻ ചെയ്തു തരാം. ഇത് ക്ലിയർ അല്ലേ? ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ് ക്ലിയർ ആണ്. നമുക്ക് അത് കളഞ്ഞേക്കാം. ഓക്കെ. ഇനി നമുക്ക് റോസ്റ്റർ ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം എന്ന് എഴുതുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ വൗവൽസ് അല്ലെ? ആൽഫബറ്റ്സിലെ വൗവൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വൗവൽസ്. ഞാൻ എ എന്നുള്ള സെറ്റ് എന്താണ്? വൗവൽസ് ആണ്. ഓക്കെ. എന്തൊക്കെ വരും? എ ഇ ഐ ഒ യു. നിങ്ങൾ ഇവിടെ എന്തൊക്കെ ശ്രദ്ധിച്ചു? ഞാൻ പറഞ്ഞു സെറ്റിന്റെ നെയിം ഞാൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് കൊടുത്തത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് അല്ലെ? സെറ്റിന്റെ നെയിം ക്യാപിറ്റൽ ലെറ്റർ. ഒബ്ജക്ട്സ് എങ്ങനെയാ കൊടുത്തത്? ഒബ്ജക്ട്സ് സ്മോൾ ലെറ്റർ. അത് എങ്ങനെ എഴുതണം? കോമ ഇട്ട് എഴുതണം. എ ഇ ഐ ഒ യു കോമ ഇട്ട് എഴുതണം. അതേ സ്ഥലത്ത് ഓർഡർ തെറ്റിച്ച് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഓർഡറിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ആദ്യം എഴുതിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പം വരാനില്ല. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്താണ് സെറ്റ് ഓഫ് ഓൾ വൗവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതുന്നത്. ഓക്കെ. ഇത് വേറെ ഒരു രീതിയിലും കൂടെ എഴുതാം. ഓക്കെ. എ ഈസ് എ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, രണ്ട് കുത്തിട്ടാൽ സച്ച് ദാറ്റ് എക്സ് belongs to vowels in
ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. നോക്കടാ, ഇവിടെ എങ്ങനെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ് അല്ലെ? ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? എക്സിനെ ഡിഫൈൻ ചെയ്തത് കുറച്ചും കൂടി എന്താണ് ഡെഫിനിഷൻ രീതിയിൽ അങ്ങ് കൊടുത്തു. എ ഈസ് ഈക്വൽ ടു എക്സ്, എക്സ് ആണ് എ എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് എക്സ് ആണ്. ആ എക്സ് സച്ച് ദാറ്റ്, രണ്ട് കുത്തിട്ടാൽ എന്താണ്? സച്ച് ദാറ്റ് എന്ന് വായിക്കും. സച്ച് ദാറ്റ് എക്സ് ഇതെന്നാ? ഇതിനാണ് എപ്സിലോൺ എന്ന് പറയും. ഓക്കെ, എപ്സിലോൺ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോങ്സ് ടു. ഓക്കെ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ബിലോങ്സ് ടു. ഓക്കെ, എക്സ് സച്ച് ദാറ്റ്, രണ്ട് കുത്താണ് ഇവിടെ. സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്താണ്? വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിന്റെ സെറ്റ് ആണ് എക്സ് എന്ന്. ഓക്കെ, അപ്പൊ എക്സ് ആണ്. എക്സിന് എന്താ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പൊ എക്സ് ഏതൊക്കെ വാല്യൂ വരാം? എക്സിന് 5 വാല്യൂ വരാം. ഏതൊക്കെയാണ്? എ, അടുത്ത വാല്യൂ ഇ, അടുത്തത് ഐ, അടുത്തത് ഒ, അടുത്തത് യു. ഈ 5 വാല്യൂ ആണ് എക്സിന് വരാൻ പറ്റിയത്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ബിൽഡ് ചെയ്യാണ് അല്ലെ? ഈ ഒരു സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറെ ഡെഫിനിഷൻ വെച്ചിട്ട് സെറ്റ് അങ്ങ് ബിൽഡ് ചെയ്യാണ്. അപ്പൊ ഇതിനെന്താണ്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ടൈപ്സ് ഓഫ് സെറ്റ് ഏതൊക്കെയാണ്? 2 തരത്തിലുണ്ട്, റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, അടുത്തത് ഞാൻ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പോവാണേ. എ ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, സച്ച് ദാറ്റ് എന്ത്? എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ. എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 മുതൽ എങ്ങനെ പോകുന്നു. എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ, കോമ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇങ്ങനെയാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് നാച്ചുറൽ നമ്പർ ആണ്. എക്സിന്റെ വാല്യൂ 5-നേക്കാളും താഴേക്കാണ്. 5ഓ 5-നേക്കാളും താഴേക്കാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നല്ല വന്നിരിക്കുന്നത്. ഇതേ സാധനം എനിക്ക് റോസ്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഏതൊക്കെ വരും? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ് എക്സ്. അതേപോലെ തന്നെ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഓക്കെ, ഏതൊക്കെ വരും? എ എന്നുള്ള സെറ്റിൽ എന്തൊക്കെ വരും നോക്കിയേ. പറഞ്ഞ മക്കളെ, ആദ്യം എന്ത് വരും? 1 അല്ലെ? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. ആണോ? ഇവിടം വരെ വരുമോ? ഇവിടം വരെ വരൂല. എവിടം വരെ വരും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടോ, കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സ് നാച്ചുറൽ നമ്പർ ആണ് ആദ്യത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മൾ 1 2 3 4 എഴുതി പോവുക. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സ് 5ഓ 5-നേക്കാളും ചെറുതോ ആയിരിക്കും. അപ്പൊ എന്താണ്? 6 7 പറ്റുമോ? 6 7 പറ്റില്ല. സോ എവിടം വരെ നിൽക്കാം? 5 കൊണ്ട് നിർത്തണം. സോ ഇതാണ് അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയേക്കുന്നത്. നേരെ തിരിച്ച് ഇതാണ് റോസ്റ്റർ ഫോം. ഓക്കെ, ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞു. 1 2 3 4 5 എന്നുള്ള ഫോം വന്നു. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതി. എങ്ങനെ എഴുതാം? A is equal to x such that x belongs to natural number, x less than or equal to 5. ഈ ഒരു രീതി മാത്രമല്ല, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, വേറെ രീതിയിൽ എന്താണ്? is equal to x such that x belongs to whole number ആണ്. where x less than 0 less than 0 less than x less than or equal to 5 എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താ? 0 എന്നുള്ള വാല്യൂ ഇവിടെ പറ്റൂല. പക്ഷെ 5 മുതൽ 0 വരെ. വേറെ 0 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 0-നേക്കാളും വലുതായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് വാല്യൂ വരുന്നത്? ആദ്യം ഹോൾ നമ്പർ എന്താ?
ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറും തമ്മിലെ ഡിഫറൻസ് എന്താ? ഇത് നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ രണ്ടും തമ്മിലെ ഡിഫറൻസ് എന്താ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1 2 3 4 എന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാലോ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ തന്നെ, പക്ഷെ എന്തും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച സീറോയും കൂടി അവിടെ ആഡ് ചെയ്യും. 0 1 2 3 4 എന്ന് പറഞ്ഞു വരും. ഇതാണ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറും തമ്മിലെ ഡിഫറൻസ് കണ്ടില്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എക്സ് ബിലോങ്സ് ടു ഹോൾ നമ്പർ, വേറെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ എന്ത് വന്നേനെ? 0 1 2 3 4 5 വന്നേനെ. പക്ഷെ ഇവിടെ എന്താണ് ഒരു കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ ഞാൻ എന്ത് കൊടുത്തു? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാല് 0 ഇൻക്ലൂഡഡ് അല്ല. സോ 1 2 3 4 5 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ടൈപ്സ് ഓഫ് സെറ്റ് രണ്ട് രീതിയിലുണ്ട്. റോസ്റ്റർ ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോമും ഉണ്ട്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എം ടി സെറ്റ്. എന്താ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, അതാണ് എം ടി സെറ്റ്. ഓക്കെ, നമ്മൾ സെറ്റിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സെറ്റിൽ എന്തൊക്കെയുണ്ട്? സെറ്റിൽ അപ്പോൾ നിങ്ങൾ ബാഗ് എന്നുള്ള സെറ്റിൽ നമ്മൾ എക്സാമ്പിൾ എടുത്തേ. ബാഗിൽ കുറെ ബുക്ക് ഉണ്ട്, പിന്നെന്താണ് നിങ്ങളുടെ ടിഫിൻ ബോക്സ് ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ? മെയിൻ ആയിട്ട് ടിഫിൻ ബോക്സ് അതുണ്ട്. ഒന്നും എടുക്കാത്ത ബാഗ് കൊണ്ടുപോയി, വെറുതെ ബാഗിൽ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതൊരു എം ടി സെറ്റ് ആണ്. ക്ലിയർ? എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റും ഇല്ല. ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നേ? ഓക്കെ, സോ ഇതിനെ എം ടി സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് 5 ആട്ടോ. 5 എന്ന് വിളിക്കും. 5. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതാണ് എം ടി സെറ്റ്. ഇതിന്റെ വേറെ കുറച്ച് പേരുകളുണ്ട്. നൾ സെറ്റ്, വോയിഡ് സെറ്റ് എന്ന് പറയും കേട്ടോ. നൾ സെറ്റ് എന്ന് പറയും, വോയിഡ് സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാധാരണ നൾ സെറ്റ് എന്നാണ് പറയാല്. ഇനി വരുമ്പോ ഞാൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുക? എം ടി സെറ്റ് ആണ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ആണ്. രണ്ട് രീതിയിലും പറയാം കേട്ടോ. വോയിഡ് സെറ്റ് എന്ന് പറയാ, നൾ സെറ്റ് എന്ന് പറയാ, എം ടി സെറ്റ് എന്ന് പറയാ, അല്ലെങ്കിൽ 5 എന്ന് പറയാം. ഓക്കെ, 5 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിനുള്ളിൽ ഒന്നുമില്ല. അതാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ബാഗ് എടുത്തു, എന്തോ കാരണവശാൽ ബാഗിൽ ഒരു സാധനം എടുത്തിട്ടില്ല, ഒരു സാധനം പോലും ബാഗിന്റെ ഉള്ളിലില്ല. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ബാഗ് എന്താണ്? നൾ സെറ്റ്. ഒന്നുമില്ല. കണ്ടോ, ഇതിനുള്ളിൽ ഒന്നും കൊടുത്തിട്ടില്ല, ബുക്ക് കൊടുത്തിട്ടില്ല. സാധാരണ ടിഫിൻ ബോക്സ് മറക്കല്ല, എന്നാലും അത് മറന്നു വിചാരിക്കാം, അതുമില്ല. അപ്പം നൾ സെറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്താണ്? റോസ്റ്റർ ഫോമും പഠിച്ചു, സെറ്റ് ബിൽഡർ ഫോമും പഠിച്ചു. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും തമ്മിലെ ഡിഫറൻസ് മനസ്സിലായില്ലേ? സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടെ ഡെഫിനിഷൻ കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു, അതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ആ സെറ്റ് ബിൽഡർ കിട്ടുന്നത് നമ്മൾക്ക് അല്ലാത്ത രീതിയിൽ എഴുതുന്നു അല്ലെ? ഇപ്പൊ AEIOU അങ്ങനെയൊക്കെ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞാൽ അതിന് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്നൊക്കെ ഉള്ള അല്ല, വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതാണ് സെറ്റ് ബിൽഡർ. ഓക്കെ, ഇനി നോക്കിയടാ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ സൊല്യൂഷൻ ഓഫ് സെറ്റ് ഓഫ് ഇക്വേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ഇക്വേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലാണ് ഇത് വരുന്നത്. Okay, write the solution set of equation in roster form. So x square plus x minus 2 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ 2 വരുന്നത് അല്ലെ? അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാല് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ എക്സിന്റെ വാല്യൂ എത്രയാന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വേരിയബിൾ, ഇവിടുത്തെ വേരിയബിൾ എന്താ? എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. ഓക്കെ, ആ എക്സിന്റെ വാല്യൂ എത്രയാ എന്ന് കണ്ടുപിടിക്കുന്നതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ എത്ര സൊല്യൂഷൻ ഉണ്ടാകും? സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അവിടെ 2 സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എക്സിന് 2 വാല്യൂ ഉണ്ടാവും. ഓക്കെ, നോക്കാം നമുക്ക്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എങ്ങനെ സോൾവ് ചെയ്യാ?
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -2, സം എന്ന് പറയുന്നത് 1. ഓക്കെ, പ്രൊഡക്റ്റ് -2 സം -1 കിട്ടുന്ന രണ്ട് നമ്പറിന്റെ ഇതായിട്ട് എഴുതാം. അല്ലെങ്കിലോ -b പ്ലസ് ഓർ മൈനസ് പഠിച്ചിട്ടുണ്ടോ? എക്സ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ക്വസ്റ്റൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് വേറെ ഒരു കളർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാം, വേറെ ഒരു കളർ. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? -b പ്ലസ് ഓർ മൈനസ് -1 പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4 into a into c by 2a. ഓക്കെ, പറഞ്ഞ എന്ത് വരും? -1 പ്ലസ് ഓർ മൈനസ് √ കാണാൻ പോയി കളറ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1 പ്ലസ് 8 by 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 1 പ്ലസ് ഓർ മൈനസ് √9 എന്ന് പറഞ്ഞാല് 3 by 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 4 by 2. രണ്ട് വാല്യൂ ഉണ്ട് അല്ലെ? ഏതൊക്കെയാ രണ്ട് വാല്യൂ? ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3 by 2, 4 by 2 എന്ന് പറഞ്ഞാൽ 2. അടുത്ത വാല്യൂ 1 മൈനസ് 3 by 2, -2 by 2, -1. ഓക്കെ, ഇതാണ് രണ്ട് വാല്യൂ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും? എക്സ് ഈസ് ഈക്വൽ ടു -1ഉം 2 രണ്ട് വാല്യൂ. ഓക്കെ, ഇതിന് നമുക്ക് എന്താണ് റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയായി വരുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഏതൊക്കെ? -1, 2. ഇതാണ് റോസ്റ്റർ ഫോം. എക്സൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നത്? ഇവിടെ സാധാരണ നമ്മൾ സെറ്റ് എഴുതുമ്പോ എങ്ങനെ എഴുതണ്ടേ? ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് ഈസ് എ സെറ്റ് ഓഫ് സൊല്യൂഷൻ സെറ്റ് ആണ് അല്ലെ? ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ സെറ്റ് ആണ് പറയുന്നത്. ആ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? -1, 2. രണ്ട് എലമെന്റ് അതിലുണ്ട് അല്ലെ? രണ്ട് സൊല്യൂഷൻ ഉണ്ട്, -1ഉം 2ഉം. ഓക്കെ, അത് ഇങ്ങനെ ഇതാണ് റോസ്റ്റർ ഫോമിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതും ഇതെന്താ? ഇത് തന്നിരിക്കുന്നത് നോക്കിയേ, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. ഇത് എങ്ങനെ തന്നിരിക്കുന്നത്? ഈ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലല്ലേ അല്ലെ? നമ്മൾ റോസ്റ്റർ ഫോം പഠിച്ചു, സെറ്റ് ബിൽഡർ ഫോമും പഠിച്ചു. ഇതെങ്ങനെ വന്നിരിക്കുന്നത്? ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ ഈ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എന്തിലേക്ക് മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? നിങ്ങൾ നോക്കിയേ, എന്തൊക്കെ രണ്ട് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാ രണ്ട് കണ്ടീഷൻ? ഒന്ന്, എക്സ് ഈസ് എ ഇന്റിജർ. ഓക്കെ, എന്താ ഇന്റിജർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ആ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കട്ടോ, കുറെ കാര്യങ്ങളുണ്ട്. അതിൽ റിയൽ നമ്പർ, ഇന്റിജർ, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, പിന്നെ എന്താണ് റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നാച്ചുറൽ നമ്പർ. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം കേട്ടോ. ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. 8ാം ക്ലാസ് പഠിക്കുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 മുതല്, അതെ, നമ്മൾ സാധാരണ മലയാളത്തിൽ എണ്ണൽ സംഖ്യ എന്ന് പറയും അല്ലെ? 1, 2, 3, 4, 5 അങ്ങനെയുള്ള സാധനങ്ങൾ. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോവാണ്. അതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഹോൾ നമ്പർ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ എഴുത്ത് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സെക്കൻഡ് ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. എന്തും കൂടി ആഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ച സീറോയും കൂടെ അതിൽ ആഡ് ചെയ്യും. 0, 1, 2, 3, 4, 5 എന്ന് പറയുന്നതാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ഇന്റിജർ. ഇന്റിജർ സാധാരണ എങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? ഇന്റിജർ ഇസഡ് അല്ലെ? സാധാരണ ഇസഡ് എന്ന് പറയും കേട്ടോ. ഇസഡ് വെച്ച് ഡിനോട്ട് ചെയ്യും ഇന്റിജർ. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒന്നും കൂടെ അഡ്വാൻസ്ഡാ. ഇതിന്റെ നെഗറ്റീവും കൂടെ വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്ത് വരും? കുറച്ച് ഇങ്ങനെ പോയി. -5, -4, -3, -2, -1, 0, 1, 2, 3, 4 ഇങ്ങനെ പോയി.
പറഞ്ഞാൽ എന്താണ്, ഇങ്ങോട്ട് എവിടെ വരെ പോവാ, ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ പോവാ. പക്ഷെ എന്താണ്, -5 കഴിഞ്ഞിട്ട് അടുത്ത താഴെ തൊട്ട് മുമ്പത്തെ നമ്പർ ഏതായിരിക്കും, -6 ആയിരിക്കും. ഓക്കെ, അതിൽ പോയിന്റ് ഡെസിമൽ നമ്പേഴ്സ് അല്ലാതെ വരുന്നതാണ് ഇന്റിജർ എന്ന് പറയുന്നത്. അപ്പൊ -6, -5, -4, -1, 0, 1, 2, 3, 4 ഇങ്ങനെ വരുന്നതിനാണ് ഇന്റിജർ എന്ന് പറയുന്നത്. തെറ്റിക്കരുത് കേട്ടോ. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഇന്റിജർ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇന്റിജർ എന്താണ് ഇനി ചോദിക്കരുത്. ഓക്കെ, അപ്പൊ ഇന്റിജർ എന്താന്ന് ക്ലിയർ അല്ലേ? -6, -5, -4. ഓക്കെ, ഇടയ്ക്കുള്ള ഡെസിമൽ നമ്പർ ഇല്ല. നെഗറ്റീവ് നമ്പർ വരാം, പോസിറ്റീവ് നമ്പർ വരാം, 0 വരാം. ഓക്കെ, അതായത് എന്താണ്, നമുക്ക് നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇന്റിജറിന്റെ കേസ് പറയാണ്. എല്ലാ ഹോൾ നമ്പറും എന്തായിരിക്കും, ഇന്റിജേഴ്സ് ആയിരിക്കും അല്ലെ? എല്ലാ ഹോൾ നമ്പറും ഇന്റിജേഴ്സ് ആയിരിക്കും അല്ലെ? എല്ലാ ഇന്റിജർ ഹോൾ നമ്പർ ആണോ? അല്ല. ഈ നെഗറ്റീവ് നമ്പർ വരുന്ന ഇന്റിജേഴ്സ് ഹോൾ നമ്പർ അല്ല. ഓക്കെ, അതേപോലെ തന്നെ നാച്ചുറൽ നമ്പർ പറയാം. എല്ലാ നാച്ചുറൽ നമ്പറും എന്തായിരിക്കും, ഹോൾ നമ്പർ ആയിരിക്കും അല്ലെ? എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആയിരിക്കും. പക്ഷെ എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ ആണോ? അല്ല. 0 പ്രശ്നക്കാരനാണ്. ക്ലിയർ അല്ലേ? നേരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് റിയൽ നമ്പർ. എന്താ റിയൽ നമ്പർ എന്ന് പറയുന്നത്? റിയൽ നമ്പർ നമുക്ക് 6 കൊടുക്കാം അല്ലെ? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നമ്പർ ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്പർ ലൈൻ 0, 1, 2, 3. ഇങ്ങോട്ടോ -1, -2, -3. അപ്പൊ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പറിനെ നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പർ എന്ന് പറയാം. അപ്പൊ നമ്പർ ലൈനില് ഈ പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ നമ്പർ അല്ല, 0.3. സപ്പോസ് 0.3 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു വേറെ കളർ കാണിക്കാം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, സപ്പോസ് 0.3. 0.3 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനിലെ ഒരു പോയിന്റ് അല്ലേ? നമ്പർ ലൈനിലെ ഒരു പോയിന്റ് ആണ്. നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന എനി വാല്യൂ എന്തായിരിക്കും? എനി നമ്പറും റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ റിയൽ നമ്പർ അല്ലാത്ത നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുക നിങ്ങൾ. ഓക്കെ, റിയൽ നമ്പർ അല്ലാത്ത നമ്മള് കോംപ്ലക്സ് നമ്പർ, നമ്മുടെ തന്നെ 4ാമത്തെ 5ാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ആണ് തോന്നുന്നു കോംപ്ലക്സ് നമ്പർ. അത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ കോംപ്ലക്സ് നമ്പർ അല്ലാത്ത വാല്യൂസ് ആണ് റിയൽ നമ്പർ. ഓക്കെ, അപ്പൊ എന്താണ്, അങ്ങനെയുള്ളതാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, 0 വരാം, 1, 2, 3, 4 വരാം. എല്ലാ ഇന്റിജറും എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. എല്ലാ ഹോൾ നമ്പറും റിയൽ നമ്പർ ആയിരിക്കും. എല്ലാ നാച്ചുറൽ നമ്പറും റിയൽ നമ്പർ ആയിരിക്കും. -2.5 റിയൽ നമ്പർ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അടുത്തത് കോംപ്ലക്സ് നമ്പർ. പിന്നെ റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ റേഷ്യോ ആക്കി എഴുതുന്ന നമ്പർ. റാഷണൽ റേഷ്യോ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ റേഷ്യോ, രണ്ട് നമ്പറിന്റെ റേഷ്യോ ആക്കി എഴുതാൻ പറ്റിയ നമ്പർ. ഇപ്പൊ 23/5. ഓക്കെ, ഒരു റാഷണൽ നമ്പർ ആണ്. അതേപോലെ തന്നെ എന്താണ്, അങ്ങനെ റേഷ്യോ ആക്കി എഴുതാൻ പറ്റാത്ത വാല്യൂ, ഇപ്പൊ √2ന്റെ വാല്യൂ, √3യുടെ വാല്യൂ ഒക്കെ എന്താണ്, അതിനൊരു അവസാനം ഇല്ല. ഓക്കെ, 1.41 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവല്ലേ. അങ്ങനെയുള്ള ഒരു റേഷ്യോ ആക്കി എഴുതാൻ പറ്റാത്ത നമ്പറാണ് ഇറാഷണൽ നമ്പർ. അത്രയും ജസ്റ്റ് ബേസിക് എന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോവാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, അല്ലെ? കറക്റ്റ് ആയിട്ട് വായിക്കണേ. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് x² ലെസ് ദാൻ 40. പോസിറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? x² ലെസ് ദാൻ 40 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഇന്റിജറിന്റെ വാല്യൂ ഏതൊക്കെ? നെഗറ്റീവ് നമ്പർ അല്ലാത്തതെല്ലാം പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എവിടെ മുതൽ വരും? 0, 1, 2, 3, 4 ഇങ്ങനെ പോവാണ് അങ്ങോട്ട്. നെഗറ്റീവ് നമ്പർ ഇല്ല. അതായത് ഹോൾ നമ്പർ എങ്ങനെയാണ് അത് തന്നെ അല്ലെ? പോസിറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഹോൾ നമ്പർ അല്ലെ? 0, 1, 2, 3, 4 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? x² വാല്യൂ 40നേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആ സെറ്റ്? അപ്പൊ സെറ്റ് എ എന്ന് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റിൽ എന്തൊക്കെ വരും? 0, 1, 2, 3. 3² എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 അല്ലെ? 4² എന്ന് പറഞ്ഞാൽ എത്ര വരും? 16. 5² എന്ന് പറഞ്ഞാൽ 25. 6² എന്ന് പറഞ്ഞാൽ 36. 7² എന്ന് പറഞ്ഞാൽ 49. 7² പറ്റുമോ?
എക്സ് സ്ക്വയർ 14 കുറവ് വരും. അപ്പൊ എവിടെ കൊണ്ട് നിർത്തണം? 6 നിർത്തണം. സോ എന്താണ്? അപ് ടു 6. ക്ലിയർ? സോ എ എന്ന് പറയുന്നത് 0 1 2 3 4 5 6 ഇതാണ്. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്നത്. അടുത്ത നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ഒരു നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്നുള്ളതിന്റെ ലെറ്റേഴ്സിന്റെ സെറ്റ്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ എന്ത് വരും? ഇത് വായിക്കാണ്. ഓക്കെ, എന്ത് വരും? നമ്മള് BETTER അല്ലെ? നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ നേരത്ത് നമുക്ക് വേറൊരു മഷി ഏതാ? ഇത് കൊടുക്കാം. ഓക്കെ, നോക്കിയേ, BETTER ഇതിന്റെ ലെറ്റേഴ്സ് ഏതൊക്കെ വരും? ബി വരും, ഇ വരും, ടി വരും, ടി വരും, ഇ വരും, ആർ വരും. പക്ഷെ എന്താ ചോദിച്ചേക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്. സോ ഞാൻ അതിന് വൈ സെറ്റ് വൈ എക്സ് ഈക്കട്ടെ. സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? എലമെന്റ് ബി, ഇ, ടി, ആർ. ഓക്കെ, BETR ഈ 4 എലമെന്റ് അല്ലേ വരുന്നുള്ളൂ. നോക്കിയേ, മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഈ 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഈ ഓൾറെഡി ഞാൻ അത് എലമെന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ടി 2 ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ടി ഞാൻ ഓൾറെഡി എലമെന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഒരു ടിയും കൂടി ഇട്ടാലും സെയിം വാല്യൂ തന്നെയാണ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ. ഓക്കെ, സോ നമുക്ക് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. A is equal to set of x such that x is an integer and -3 less than or equal to x less than 7. ഓക്കെ, ഇന്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റിജർ എന്താന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ഇന്റിജർ ആണ്. -3 less than or equal to x less than 7. നോക്കിയേ, ഏതൊക്കെ വാല്യൂ വരും? എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. ആദ്യം ഇന്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ഇന്റിജറും അതിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, -10 -11 അതേപോലെ -9 0 1 2 3 4 എന്ന് പറയുന്ന എല്ലാ ഇന്റിജറും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ആൻഡ്. ഇത് കൂടാതെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ -3 മുതൽ 7 വരെ. പക്ഷെ എന്താണ്? -3 ഇൻക്ലൂഡഡ് ആണോ? ആണ്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ? അപ്പൊ -3 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ -3 സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, -3 പിന്നെ എന്താണ് അടുത്ത നമ്പർ? -3 മുതൽ 7 വരെ. പിന്നെ അടുത്ത നമ്പർ -2. -3 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ -2 അല്ലേ? -1 0 1 2 3 4 അല്ലെ? 2 3 4 5 6 7 അല്ലേ? അങ്ങനെയാണോ? അല്ല. എന്താ പ്രശ്നമുള്ളത്? എക്സ് ലെസ് ദാൻ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 എന്നുള്ള വാല്യൂ ഇവിടെ ഇൻക്ലൂഡഡ് ആണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേനെ? നമുക്ക് 7 ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. പക്ഷെ എന്താണ്? എക്സ് ലെസ് ദാൻ 7 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ 7 ഇൻക്ലൂഡഡ് അല്ല. സോ ആൻസർ വിൽ ബി -3 -2 -1 എക്സെട്ര ടു 6. ഇതായിരിക്കും ഇതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻ കണ്ടു. ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണണം. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് കാര്യങ്ങളോടെ ഇനി പഠിക്കാനുണ്ട്. അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.